നെയ്യാർ കാണാൻ മനോഹരമാണ്. പക്ഷേ ആ ഭംഗി ആസ്വദിക്കാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയാൽ ഒരു പക്ഷെ അപകടത്തിൽപ്പെട്ടേക്കാം. വലിയ കുത്തൊഴുക്ക് ഇവിടെ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. കുറച്ച് ദിവസം മുമ്പുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. ആ ദൃശ്യത്തിലുള്ളത് 15 വയസ്സുകാരനായ ഷഹബാസാണ്. മനോധൈര്യം കൊണ്ടാണ് ഷഹബാസ് യഥാർത്ഥത്തിൽ ഇവിടെ നിൽക്കുന്നത്. ഷഹബാസിന് ഇത് 2ാം ജന്മമാണ്. എന്താ ഉണ്ടായതെന്ന്? ഞാൻ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് കൂട്ടുകാരന്മാരോടെ കുളിക്കാൻ വേണ്ടി താഴെ ഇറങ്ങിയപ്പോൾ അവിടെ കാല് ചറുക്കിപ്പോയി. ഞാൻ വന്ന് വീഴുന്നതും വേറെ ഒന്നും കണ്ടില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് തല പൊക്കിയപ്പോൾ ആ വേര് കണ്ട് ഞാൻ ആ വേര് പിടിച്ച് എണീറ്റ് നിന്നു. അപ്പോൾ മുകളിൽ നിന്നൊരു മാമി കണ്ട് ഫയർഫോഴ്സിനെ വിളിച്ച് പിന്നെ കൂട്ടുകാരന്മാർ പിടിവിടല് പിടിച്ച് നില്ലെന്ന് പറഞ്ഞു. ഒഴുക്കുണ്ടായിരുന്നു. ഞാൻ അവിടെ പിടിച്ച് നിന്നതിന് ശേഷം ഒഴുക്ക് നല്ല കൂടി. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ആ നിമിഷത്തെ പറ്റി എന്താ തോന്നുന്നത് മനസ്സിൽ? അപ്പോൾ അത് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ഈ സംഭവിച്ചപ്പോഴത്തേന് വലിയ പേടിയായിപ്പോയി. പേടിയായി. ഉമ്മയും ബാപ്പയൊക്കെ ഈ സംഭവം അറിഞ്ഞപ്പോഴത്തേന് എന്താ പറഞ്ഞത്? അവർക്കൊക്കെ വലിയ വിഷമമായി കാണുമല്ലോ സ്വാഭാവികം. അവർക്ക് നല്ല വിഷമമായി. ഇനി ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും പോവലെന്നൊക്കെ പറഞ്ഞു. വിഷമായിരുന്നു. പിടിച്ചു നിന്നു. അത് ആരെ ഭാഗ്യം കൊണ്ടെന്ന് അറിഞ്ഞൂടെ. എൻ്റെ ഭാഗ്യം കൊണ്ടാണോ സുഖമില്ലാത്ത മോനെ ഭാഗ്യം കൊണ്ടാണോ ഒന്നും അറിയത്തില്ല. മോനെ തിരിച്ചു കിട്ടിയല്ലോ, അതിൽ വലിയ സന്തോഷമുണ്ട്. രണ്ടുപേരും സുഖമില്ലാത്തതാണ്. അപ്പോൾ ഈ ഒരു മോൻ്റെ പ്രതീക്ഷയിലാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. അവൻ പോയിട്ട് 1 മണിയായിട്ടും കാണാനില്ല. അപ്പം ഞാൻ ഫോൺ വിളിച്ച് കൂട്ടുകാരൻ്റെ ഫോണിൽ വിളിച്ച് വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കണം. അപ്പം ഞാൻ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, നീ കടലിലാണോ നിൽക്കണമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇല്ല. ഒന്നും മിണ്ടാതെ പിന്നെ 1:30 മണിയായപ്പോഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ അവന് വഴക്ക് കൊടുത്തു. എന്നിട്ട് അവൻ വെളിയിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം വാർത്തയിൽ കണ്ടപ്പോഴാണ് ഞാൻ ഇവൻ പെട്ടുപോയത് അറിഞ്ഞത്. യഥാർത്ഥത്തിൽ ആ വേരിൽ പിടികിട്ടിയത് കൊണ്ടാണ് ഷഹബാസ് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ വലിയ ഒഴുക്കിൽപ്പെട്ടത്. നമുക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ പേടിയാകുന്നുണ്ട്. അത്രയധികം വലിയ ഒഴുക്കാണ് നെയ്യാർ. മനോധൈര്യം കൊണ്ടാണ് ഷഹബാസ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എല്ലാവർക്കും അത് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം അപകടകരമായ സ്ഥലങ്ങളിൽ ഇറങ്ങുമ്പോൾ ജാഗ്രത പുലർത്തണം. പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.